പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 7ാം ക്ലാസ്സിലെ അടിസ്ഥാന ശാസ്ത്രത്തിലെ 4ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള അന്നപദത്തിലൂടെ എന്ന് പറയുന്ന പാഠഭാഗമാണ്. നമുക്ക് ഡിസ്കഷനിലേക്ക് കടക്കാം. അതിനു മുമ്പായിട്ട് ഈ ചാനൽ ഇതുവരെയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എല്ലാ ജീവികൾക്കും ആഹാരം ആവശ്യമാണ്. ആഹാരവും ആഹാരം സമ്പാദിക്കുന്ന രീതിയിലും ഓരോ ജീവിയും വ്യത്യസ്തമാണ്. ജീവികൾ ആഹാരം സ്വീകരിക്കുകയും പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്നതിനെയാണ് പോഷണം എന്ന് പറയുന്നത്. നമ്മുടെയൊക്കെ വളർച്ചയ്ക്കും അതേപോലെ ശരീരത്തിൻ്റെ സുഗമമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്കുമൊക്കെ ആഹാരം ആവശ്യമാണ്. എല്ലാ ജീവികളും അവ ആഹാരം സ്വീകരിക്കുന്നതും സമ്പാദിക്കുന്ന രീതിയിലും വ്യത്യസ്തരാണ്. ജീവികൾ ആഹാരം സ്വീകരിക്കുകയും അതേപോലെ അത് പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്നതിനാണ് പോഷണം എന്ന് പറയുന്നത്. ഹരിതസസ്യങ്ങൾ ആഹാരത്തിന് മറ്റ് ജീവികളെ ആശ്രയിക്കുന്നില്ല. ഇവ സ്വയം ആഹാരം നിർമ്മിക്കുന്നവയാണ്. അതിനാൽ ഇവ സ്വപോഷികൾ എന്ന് പറയുന്നു. നമുക്കറിയാം, ഹരിതസസ്യങ്ങൾ ഇലകളിൽ വെച്ച് ആഹാരം ഉണ്ടാക്കുന്നു. അതിന് പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ ഇവ ആഹാരത്തിനായിട്ട് മറ്റ് ജീവികളെ ആശ്രയിക്കുന്നില്ല. അതുകൊണ്ട് ഇവ സ്വപോഷികൾ എന്നാണ് അറിയപ്പെടുന്നത്. എന്നാൽ സ്വയം ആഹാരം നിർമ്മിക്കാൻ കഴിയാത്ത ജീവികൾ ആഹാരത്തിനായി മറ്റ് ജീവികളെ ആശ്രയിക്കുന്നു. അതിനാൽ അവ പരപോഷികൾ എന്നറിയപ്പെടുന്നു. മനുഷ്യരടക്കമുള്ള ജീവികൾ പരപോഷികളാണ്. നമ്മൾ ആഹാരത്തിനായി മറ്റ് ജീവികളെ ആശ്രയിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മളൊക്കെ പരപോഷികളാണ്. ഹരിതസസ്യങ്ങൾ സ്വപോഷികളാണ്. അടുത്തതായിട്ട് നമുക്ക് പരാദസസ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. പരാദസസ്യങ്ങൾ 2 തരത്തിലുണ്ട്: പൂർണ്ണപരാദവും അതേപോലെ അർദ്ധപരാദവും. പൂർണ്ണപരാദത്തിന് ഉദാഹരണമാണ് മൂടില്ലാത്താളി. അർദ്ധപരാദത്തിന് ഉദാഹരണമാണ് ഇത്തിൾ ചെടിയും അതേപോലെ ചന്ദനവും. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ പൂർണ്ണപരാദം എന്താണെന്ന് നോക്കാം. ഇതിന് ഉദാഹരണമായിട്ടുള്ള മൂടില്ലാത്താളി അത് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ആഹാരത്തിന് വേണ്ടി അത് സ്ഥിതി ചെയ്യുന്ന സസ്യത്തെ ആശ്രയിക്കുന്നു. അർദ്ധപരാദമായിട്ടുള്ള ഇത്തിൽക്കണ്ണി ജലത്തിനും ലവണത്തിനും വേണ്ടി അത് സ്ഥിതി ചെയ്യുന്ന സസ്യത്തെ ആശ്രയിക്കുന്നു. അപ്പോൾ രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടല്ലോ. അതായത് നമ്മുടെ മൂടില്ലാത്താളി പറയുന്നത് ആഹാരത്തിന് വേണ്ടി സ്വന്തമായിട്ട് ഒരു പണിയെടുക്കാതെ മറ്റൊരാൾ ഉണ്ടാക്കുന്ന ആഹാരം അതേപടി മോഷ്ടിച്ച് അത് കൊണ്ട് നിലനിൽക്കുകയാണ് ചെയ്യുന്നത് മൂടില്ലാത്താളി. അതേസമയം ഇത്തിൾ ചെടി എന്ന് പറയുന്നത് ആഹാരം സ്വയം നിർമ്മിക്കുന്നു. അതായത് ജലത്തിലും ലവണം മാത്രം ആതിഥേയ സസ്യത്തിൽ നിന്ന് എടുക്കുന്നു. അതിനുശേഷം അത് സ്വന്തമായിട്ട് ആഹാരം നിർമ്മിച്ച് ഉപയോഗിക്കുന്നു. അപ്പോൾ ഇത്തിൾ ചെടി ഒരു അർദ്ധപരാദമാണ്. അതേസമയം മൂടില്ലാത്താളി പൂർണ്ണപരാദമാണ്, ഒരു മടിച്ചിയാണ്. മൂടില്ലാത്താളി മടിച്ചിയാണെന്ന് ഓർത്താൽ മതി. അതേസമയം മറ്റൊരു ഉദാഹരണമാണ് ചന്ദനം ഒരു അർദ്ധപരാദമാണ്. വളർച്ചയുടെ ആരംഭഘട്ടത്തിൽ മറ്റു ചെടികളുടെ വേരിൽ നിന്നും ജലവും ലവണങ്ങളും കണ്ടെത്തുന്നു. മറ്റൊരു തരം ജീവിവിഭാഗമാണ് മോണോട്രോപ്പ. അതായത് ഇത് ശവോപജീവികൾ എന്ന വിഭാഗത്തിലാണ് പെടുന്നത്. ശവോപജീവികൾ എന്ന് പറയുന്നത് ജീവിച്ച ജൈവാവശിഷ്ടങ്ങളിൽ നിന്ന് ആഹാരം കണ്ടെത്തുന്നവയാണ്. അതിന് ഉദാഹരണമാണെന്ത്? മോണോട്രോപ്പ. ഇനി ജന്തുക്കളിലും പരാദങ്ങളുണ്ട്. നമ്മുടെ ശരീരത്തിൽ പരാദജീവികളുണ്ട്. ഉദാഹരണത്തിന് പേൻ, വിര, ചെള്ള് തുടങ്ങിയവ പരാദജീവികളാണ്. ഇതിൽ പേനും അതേപോലെ ചെള്ളും എന്ന് പറയുന്നത് ബാഹ്യപരാദങ്ങളാണ്. അതായത് നമ്മുടെ ശരീരത്തിന് പുറത്തായിട്ട് കാണുന്നു. പേൻ എവിടെയാണ് കാണുന്നത്? തലയിലാണ്. അതേപോലെ ചെള്ള് അത് പശുക്കളും ജന്തുക്കളിൽ അവരുടെ ശരീരത്തിൽ രോമങ്ങളിലൊക്കെ ആയിട്ടാണ് ചെള്ള് കാണപ്പെടുന്നത്. അപ്പോൾ പേനും ചെള്ളും ബാഹ്യപരാദമാണ്. അതേസമയം വിര നമ്മുടെ ശരീരത്തിനകത്താണ് ഉണ്ടാവുന്നത്. വിര ഒരു ആന്തരപരാദമാണ്. ഇവിടെ സസ്യലോകത്തെ പിടിയന്മാരുടെ ചിത്രം കൊടുത്തിട്ടുണ്ട്. വീനസ് ഫ്ലൈ ട്രാപ്പ്, സൺഡ്യൂ ചെടി, പിച്ചർ ചെടി തുടങ്ങിയവ ഇരപിടിയൻ സസ്യങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. വീനസ് ഫ്ലൈ ട്രാപ്പ്, അതേപോലെ സൺഡ്യൂ ചെടി, പിച്ചർ ചെടി. കാർബൺ, ഹൈഡ്രജൻ, ഫോസ്ഫറസ്, നൈട്രജൻ, സൾഫർ, കാൽഷ്യം, ഇരുമ്പ് തുടങ്ങിയവ സസ്യങ്ങൾക്ക് കൂടിയ അളവിൽ ആവശ്യമായിട്ടുള്ള മൂലകങ്ങളാണ്. കാർബൺ, അതേപോലെ ഹൈഡ്രജൻ, ഫോസ്ഫറസ്, നൈട്രജൻ, സൾഫർ, കാൽഷ്യം, ഇരുമ്പ് തുടങ്ങിയവ കൂടിയ അളവിൽ സസ്യങ്ങൾക്ക് ആവശ്യമാണ്. മണ്ണിലെ ബാക്ടീരിയകളായിട്ടുള്ള അസറ്റോബാക്ടർ, നൈട്രോബാക്ടർ എന്നിവ അന്തരീക്ഷത്തിലെ നൈട്രജനെ നൈട്രേറ്റ് ആക്കി മാറ്റുന്നു. അത് നമുക്കറിയാവുന്ന കാര്യമാണ്. ചിലതരം മണ്ണിൽ ആസിഡിൻ്റെ അംശം കൂടുന്നതുകൊണ്ടും മറ്റും ഈ ബാക്ടീരിയകൾ ഇല്ലാതെ വരാം. ഇത്തരം മണ്ണിൽ വളരുന്ന ചെടികൾക്ക് നൈട്രജൻ ലഭിക്കില്ല. ഈ സ്ഥിതി മറികടക്കുന്നതിന് വേണ്ടിയിട്ടാണ് ചില ചെടികൾ പ്രാണികളെ പിടിക്കുന്ന കഴിവ് ആർജിച്ചെടുത്തത്. പ്രാണികളുടെ ശരീരം വിഘടിപ്പിച്ച് ഇവ ആവശ്യമായിട്ടുള്ള നൈട്രജൻ സ്വീകരിക്കുന്നു. അതായത് ഈ ഇരപിടിയൻ സസ്യങ്ങൾ എന്ത് ചെയ്യുന്നു? നൈട്രജൻ അതായത് കിട്ടാത്ത സാധനം, അതായത് അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മണ്ണിൽ നിന്ന് ലഭിക്കാതെ വരുമ്പോൾ അവ സ്വയം ആർജിച്ചെടുക്കുന്ന ചില കഴിവുകളാണ് ഈ ഇരപിടിയൻ സസ്യങ്ങൾക്കൊക്കെ ഉള്ളത്. അടുത്തത് നമ്മുടെ മനുഷ്യൻ്റെ കാര്യം നോക്കാം. ആഹാരം മനുഷ്യനിൽ എങ്ങനെയാണ്, എവിടെ നിന്നാണ് ജീവൽ പ്രവർത്തനത്തിന് ആവശ്യമായിട്ടുള്ള ഊർജ്ജം ലഭിക്കുന്നത് എന്നൊക്കെ നോക്കാം. നമ്മുടെ ജീവൽ പ്രവർത്തനത്തിന് ആവശ്യമായിട്ടുള്ള ഊർജ്ജം ലഭിക്കുന്നത് ആഹാരത്തിൽ നിന്നാണ്. ആഹാരത്തിന് നമ്മുടെ ശരീരത്തിൽ വെച്ച് പലതരത്തിലുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്.
ദഹനപ്രക്രിയ ആരംഭിക്കുന്നത് നമ്മുടെ വായിൽ വെച്ചിട്ടാണ്. വായിൽ വെച്ചിട്ട് അതിന് സഹായിക്കുന്ന ഘടകങ്ങളാണ് ചുണ്ട്, നാവ്, പല്ല് തുടങ്ങിയവ. അപ്പോൾ വായിൽ വെച്ച് ദഹനം ആരംഭിക്കുന്നു. ഇതിന് ഉമിനീരിൽ അടങ്ങിയിട്ടുള്ള ദഹനരസം സഹായിക്കുന്നു. അപ്പോൾ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് പല്ല്. പല്ല് അറിയുന്നത് മനുഷ്യ ശരീരത്തിലെ കാഠിന്യമേറിയ ഭാഗമാണ്. നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഏറ്റവും വേഗത്തിൽ അത് കേടുവരികയും ചെയ്യും. പല്ലുകൾക്കിടയിൽ ആഹാരാവശിഷ്ടങ്ങൾ പറ്റിപ്പിടിച്ചിരിക്കുമ്പോൾ ബാക്ടീരിയകൾ അതിൽ നിന്ന് പോഷണം നടത്തുന്നു. ഇതിൻ്റെ ഫലമായിട്ട് ലാക്റ്റിക് ആസിഡ് ഉൽപ്പാദിപ്പിക്കപ്പെടും. ഈ ആസിഡ് ഇനാമലിൻ്റെ നാശത്തിന് കാരണമാവുന്നു. മധുരമുള്ള ആഹാരവസ്തുക്കൾ ബാക്ടീരിയകളുടെ പ്രവർത്തനം ത്വരിതപ്പെടുത്തുന്നു. അപ്പോൾ നമ്മുടെ ഇനാമലിന് ദോഷകരമായിട്ടുള്ള ആസിഡ് ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റണം ലാക്റ്റിക് ആസിഡാണ് കൂടുതലായിട്ട് നമ്മളെ പല്ലിൻ്റെ ഇനാമലിന് നാശത്തിന് കാരണമാവുന്നത്. ഏകദേശം 6 മാസം പ്രായമാവുന്നത് മുതലാണ് പല്ല് മുളയ്ക്കാൻ തുടങ്ങുന്നത്. ഈ പല്ലുകൾ പാൽപ്പല്ലുകൾ എന്നറിയപ്പെടുന്നു. മുകളിലും താഴെയുമായിട്ട് 10 വീതം പല്ലുകളാണ് ഉണ്ടാവുന്നത്. അതായത് പാൽപ്പല്ലുകളുടെ എണ്ണം 20 എണ്ണമാണ്. 6 വയസ്സ് മുതൽ പാൽപ്പല്ലുകൾ ഓരോന്നായിട്ട് കൊഴിയാൻ തുടങ്ങുന്നു. പിന്നീട് വരുന്ന പല്ലുകളാണ് സ്ഥിരദന്തങ്ങൾ. ഇവ പൊട്ടിപ്പോവുകയോ പൊളിഞ്ഞു പോവുകയോ ചെയ്താൽ ആ സ്ഥാനത്ത് പുതിയ പല്ലുകൾ ഉണ്ടാവുന്നില്ല. അതുകൊണ്ടാണ് ഇവ സ്ഥിരദന്തങ്ങൾ എന്ന് അറിയപ്പെടുന്നത്. നമ്മുടെ വായ്ക്കകത്തുള്ള പല്ലുകൾക്കൊന്നും ഒരേ ഷേപ്പൊന്നുമല്ല, പലതരത്തിലുള്ള പല്ലുകളാണ് നമുക്കുള്ളത്. അപ്പോൾ അതൊക്കെ ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തേത് ഉളിപ്പല്ലാണ്. നമ്മുടെ ഫ്രണ്ടിലായിട്ട് 4, മുകളിൽ 4, അതേപോലെ താഴെ 4 ആയിട്ട് ടോട്ടൽ 8 പല്ലുകളാണ് ഉളിപ്പല്ലായിട്ടുള്ളത്. മുൻവശത്ത് താഴെയും മുകളിലുമായിട്ട് 8 പല്ലുകൾ കടിച്ചു മുറിക്കാൻ സഹായിക്കുന്നു. ഉളി എന്താണ്? മുറിക്കാൻ വേണ്ടിയിട്ടാണ്. കടിച്ചു മുറിക്കാനാണ് ഉളിപ്പല്ലുകൾ ഉപയോഗിക്കുന്നത്. അത് കഴിഞ്ഞാൽ 2 താഴെയും മീത്തയായിട്ട് താഴെയും മുകളിലുമായിട്ട് 4 പല്ലുകളാണ് കോമ്പല്ലായിട്ടുള്ളത്. ഉളിപ്പല്ലുകൾക്ക് സമീപം ഇരുവശങ്ങളിലും മുകളിലും താഴെയുമായിട്ട് 4 പല്ലുകളുണ്ട്. ആഹാരവസ്തുക്കൾ കടിച്ചു കീറാൻ സഹായിക്കുന്നു. കോമ്പല്ല് ആഹാരവസ്തുക്കൾ കടിച്ചു കീറാനാണ് ഉപയോഗിക്കുന്നത്. കോമ്പല്ല് ഫോർ കടിച്ചു കീറാനാണ്. അതേപോലെ അഗ്രചവർണകം. കോമ്പലിന് സമീപം ഇരുവശങ്ങളിലും മുകളിലും താഴെയുമായിട്ട് 8 പല്ലുകൾ ചവച്ചരയ്ക്കാൻ സഹായിക്കുന്നു. കോമ്പലിന് സമീപം ഇരുവശങ്ങളിലും മുകളിലും താഴെയുമായിട്ട് 8 പല്ലുകൾ ചവച്ചരയ്ക്കാൻ സഹായിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ചവർണകമാണ്. അതായത് നമ്മുടെ അണപ്പല്ല് എന്നൊക്കെ പറയുന്നത്. അഗ്രചവർണകങ്ങളെ തുടർന്ന് മുകളിലും താഴെയുമായിട്ട് 12 പല്ലുകളാണ് ചവർണകമായിട്ടുള്ളത്. ചവച്ചരയ്ക്കാൻ സഹായിക്കുന്നു. അങ്ങനെ ടോട്ടൽ 32 പല്ലുകളാണ് നമുക്ക് സ്ഥിരദന്തങ്ങളായിട്ടുള്ളത്. മാംസാഹാരികൾ, അതായത് സിംഹം തുടങ്ങിയ അതേപോലെ പശു രണ്ടിൻ്റെയും പല്ലുകൾ താരതമ്യം ചെയ്യുമ്പോൾ മാംസാഹാരികൾക്ക് ആഹാരം കടിച്ചു കീറാൻ പാകത്തിനുള്ള കോമ്പല്ലുകളുണ്ട്. എന്നാൽ സസ്യാഹാരികൾ കടിച്ചു മുറിക്കാനും ചവച്ചരയ്ക്കാനും സഹായകമായിട്ടുള്ള പല്ലുകളാണുള്ളത്. സസ്യാഹാരികൾക്ക് കടിച്ചു മുറിക്കാനും ചവച്ചരയ്ക്കാനും ആവശ്യമായിട്ടുള്ള പല്ലുകളും മാംസാഹാരികൾക്ക് ആഹാരം കടിച്ച് കീറാനുള്ള കോമ്പല്ലുകളുമാണുള്ളത്. അങ്ങനെ നമ്മൾ കഴിച്ച ആഹാരം വായിൽ നിന്ന് ആമാശയത്തിലെത്തുന്നു. അത് അന്നനാളം വഴിയാണ് എത്തുന്നത്. ഇതിനെ സഹായിക്കുന്നത് അന്നനാളത്തിൻ്റെ തരംഗരൂപത്തിലുള്ള ചലനമാണ്. ഇതിനെ പെരിസ്റ്റാൾസിസ് എന്ന് പറയുന്നു. അന്നനാളത്തിൻ്റെ തരംഗരൂപത്തിലുള്ള ചലനമാണ് പെരിസ്റ്റാൾസിസ്. ആമാശയ ഭിത്തിയുടെ ചലനം മൂലം ആമാശയത്തിൽ വെച്ച് ആഹാരം കുഴമ്പ് രൂപത്തിലാവുന്നു. ആമാശയം ഉൽപ്പാദിപ്പിക്കുന്ന ദഹനരസങ്ങൾ ആഹാരത്തെ രാസീയമായിട്ടും ദഹിപ്പിക്കുന്നു. ആമാശയത്തിൽ നിരവധി ദഹനരസങ്ങളുണ്ട്. ഹൈഡ്രോക്ലോറിക് ആസിഡ് മുതലായ ദഹനരസങ്ങൾ എവിടെയുണ്ട്? ആമാശയത്തിലുണ്ട്. അത് കഴിഞ്ഞിട്ട് ചെറുകുടലിലേക്ക് ആഹാരം പോകുന്നു. ചെറുകുടലാണെങ്കിലും പീര് പോലെ തന്നെ അല്ല. ചെറുകുടലിന് 6 മീറ്ററോളം നീളമുണ്ട്. അവിടെ വെച്ച് ആഹാരത്തിൻ്റെ ദഹനം പൂർത്തിയാവുന്നു. അപ്പോൾ ആഹാരത്തിൻ്റെ ദഹനം പൂർത്തിയാവുന്നത് ചെറുകുടലിൽ വെച്ചിട്ടാണ്. ദഹിച്ച ആഹാരത്തിലെ പോഷക ഘടകങ്ങൾ ഇവിടെ വെച്ച് എന്ത് ചെയ്യുന്നു? രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്നു. അതിനുശേഷം വൻകുടലിലേക്കാണ്. വൻകുടലിന് 1.5 മീറ്ററോളം നീളമുണ്ട്. വണ്ണം കൂടിയ കുടലാണ് വൻകുടൽ. അപ്പോൾ വണ്ണത്തിൻ്റെ കാര്യത്തിലാണ് പേര് വന്നിട്ടുള്ളത്. ചെറുകുടലിന് വണ്ണം കുറവാണ്, അതുകൊണ്ട് ചെറുകുടൽ. അതേപോലെ വൻകുടലിന് വണ്ണം കൂടുതലാണ്, അതുകൊണ്ട് വൻകുടൽ. ധാതുലവണങ്ങൾ അടങ്ങിയ ജലത്തിൻ്റെ ആഗിരണം നടക്കുന്നത് വൻകുടലിൽ വെച്ചിട്ടാണ്. അതിനുശേഷം അവശേഷിക്കുന്നത് മലം. ഇത് മലാശയത്തിൽ സംഭരിച്ച് മലദ്വാരം വഴി പുറത്തു കളയുന്നു. പോഷണ പ്രക്രിയയിലെ ആദ്യഘട്ടമാണ് ആഹാര സ്വീകരണം. നമ്മൾ ആഹാരം സ്വീകരിക്കുന്നത്. അതിനുശേഷം ആഹാരത്തിലടങ്ങിയ ജൈവഘടകങ്ങളെ ശരീരത്തിന് സ്വീകരിക്കാൻ പാകത്തിന് ലളിതഘടകങ്ങളാക്കുന്ന പ്രക്രിയയാണ് ദഹനം. നമ്മൾ സ്വീകരിച്ചിട്ടുള്ള ആഹാരത്തിലടങ്ങിയിട്ടുള്ള ജൈവഘടകങ്ങളെ ശരീരത്തിന് സ്വീകരിക്കാൻ കഴിയുന്ന ലളിത ഘടകങ്ങളാക്കുന്ന പ്രക്രിയയാണെന്ത്? ദഹനം. ദഹിച്ച ആഹാരം ശരീരം സ്വീകരിക്കുന്ന പ്രക്രിയ ആഗിരണവും ആഗിരണം ചെയ്യപ്പെട്ട ആഹാര ഘടകങ്ങൾ ശരീരത്തിൻ്റെ ഭാഗമാകുന്ന പ്രക്രിയ സാംശീകരണവുമാണ്. അപ്പോൾ ആഹാര സ്വീകരണം, അതിനുശേഷം ദഹനം,
അതിനുശേഷം ദഹിച്ച ആഹാരം ശരീരം സ്വീകരിക്കുന്ന പ്രക്രിയ ആഗിരണവും. ആഗിരണം ചെയ്യപ്പെട്ട ആഹാര ഘടകങ്ങൾ ശരീരത്തിൻ്റെ ഭാഗമാകുന്ന പ്രക്രിയ സാംശീകരണവുമാണ്. ശാരീരിക പ്രവർത്തനങ്ങളുടെ ഫലമായുണ്ടാകുന്ന ശരീരത്തിന് ആവശ്യമില്ലാത്തതുമായിട്ടുള്ള വസ്തുക്കളെ ശരീരം പുറന്തള്ളുന്ന പ്രക്രിയയാണ് വിസർജനം. അപ്പോൾ നമ്മുടെ പോഷണ പ്രക്രിയയിലെ വിവിധ ഘട്ടങ്ങളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ആദ്യം ആഹാര സ്വീകരണം, അതിനുശേഷം ദഹനം, പിന്നീട് ആഗിരണം, അതിനുശേഷം സാംശീകരണം, അതിനുശേഷമാണ് വിസർജനം. അതിനുശേഷം ഇവിടെ പറഞ്ഞിട്ടുള്ളത് വൃക്കയെ പറ്റിയിട്ടാണ്. ശരീരത്തിലെ പ്രധാന വിസർജനാവയവമാണ് വൃക്ക. രക്തത്തിൽ നിന്ന് യൂറിയ, അധികമുള്ള ജലം, ലവണങ്ങൾ എന്നിവ അരിച്ചുമാറ്റി മൂത്രരൂപത്തിൽ പുറന്തള്ളുന്നു. ഈ പ്രവർത്തനം സുഗമമാക്കുന്നതിന് കുട്ടികൾ ദിവസം 1.5 ലിറ്ററും മുതിർന്നവർ 3 ലിറ്ററുമാണ് വെള്ളം കുടിക്കേണ്ടത്. മൂത്രത്തിൻ്റെ 96% ജലമാണ്. അപ്പോൾ കുട്ടികൾ 1.5 ലിറ്ററും അതേസമയം മുതിർന്നവർ 3 ലിറ്ററുമാണ് കുടിക്കേണ്ടത് വെള്ളം. വിയർപ്പ് എന്ന് പറയുന്നത് ത്വക്കിലെ വിയർപ്പ് ഗ്രന്ഥികളാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ശരീരത്തിൽ അധികമുള്ള ജലവും ലവണങ്ങളും വിയർപ്പിലൂടെ പുറന്തള്ളുന്നു. നമ്മുടെ ശരീരത്തിൽ താപനില ക്രമീകരിച്ച് നിലനിർത്താൻ വിയർക്കൽ സഹായിക്കുന്നുണ്ട്. അമിതമായി ജലവും ലവണങ്ങളും ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് നിർജ്ജലീകരണം. അമിതമായിട്ട് നമ്മുടെ ശരീരത്തിൽ നിന്ന് ജലവും ലവണങ്ങളും നഷ്ടപ്പെടുന്നതാണ് നിർജ്ജലീകരണം. ഈ വേനൽക്കാലത്ത് നമ്മുടെ ശരീരത്തിൽ നിർജ്ജലീകരണം നല്ലോണം നടക്കും. അതുകൊണ്ടാണ് നല്ലോണം വെള്ളം കുടിക്കാൻ ആ സമയത്ത് പറയുന്നത്. എല്ലാ സമയത്തും വെള്ളം കുടിക്കണം. അതേപോലെ വേനൽക്കാലത്ത് നിർബന്ധമായിട്ടും വെള്ളം കുടിക്കേണ്ടതാണ്. മനുഷ്യ ശരീരത്തിലേതുപോലെ തന്നെ സസ്യങ്ങളിലും വിസർജനം നടക്കുന്നുണ്ട്. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ സസ്യങ്ങളുടെ മരത്തിൻ്റെ തടിയിലൊക്കെ നമ്മൾ പലതരത്തിലുള്ള കറകൾ, പലതരത്തിൽ തൊലി അടർന്നു പോകുന്നതൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ഇതൊക്കെ മാലിന്യങ്ങൾ പുറന്തള്ളുന്ന സസ്യങ്ങളുടെ പലതരത്തിലുള്ള രീതികളിൽ പെട്ടവയാണ്. അതായത് സസ്യങ്ങളും നമ്മളെപ്പോലെ തന്നെ മാലിന്യങ്ങൾ പുറന്തള്ളുന്നുണ്ട്. ഇത്രയുമാണ് ഈ ചാപ്റ്ററിനകത്ത് പറഞ്ഞിട്ടുള്ളത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇത് 7ാം ക്ലാസ്സിലെ അടിസ്ഥാന ശാസ്ത്രത്തിലെ ഭാഗമാണ്. ഇതിനേക്കാൾ കൂടിയ കാര്യങ്ങൾ 10ാം ക്ലാസ്സിലെ ബയോളജിയിലുണ്ട്. അപ്പോൾ നമ്മൾ ആ പാഠഭാഗത്തിലെ വീഡിയോ കൂടി ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതിനായിട്ട് നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ഇതുപോലുള്ള പാഠഭാഗങ്ങളുടെ ഡിസ്കഷനുമായിട്ട് കാണാം. അതുവരേക്കും ബൈ. ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിനകത്ത് പ്രധാനമായിട്ടും പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. അത്യാവശ്യം കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഇതിനേക്കാൾ കൂടിയ കാര്യങ്ങൾ, അതായത് അന്നപദത്തിൻ്റെ കൂടുതൽ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് 10ാം ക്ലാസ്സിലെ ബയോളജിയിലുണ്ട്. അപ്പോൾ ആ ചാപ്റ്ററുകളുടെ വീഡിയോ ഉടനെ തന്നെ ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അതിനുവേണ്ടി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ആ വീഡിയോ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ഇതുപോലുള്ളൊരു ചാപ്റ്ററിൻ്റെ ഡിസ്കഷനുമായിട്ട് കാണാം. അതുവരേക്കും ബൈ.